വയനാട് മേപ്പാടിമല കേരളത്തിൻ്റെ മാത്രമല്ല രാജ്യത്തിൻ്റെ തന്നെ കണ്ണീർ ചാലായി മാറിയിരിക്കുകയാണ്. നാട് വീണ്ടെടുക്കാൻ സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനമാണിപ്പോൾ നടക്കുന്നതെങ്കിലും നഷ്ടപ്പെട്ടു പോയത് നൽകുന്നതൊരിക്കലും നികത്താനാവാത്ത വിടവ് തന്നെയാണ്. നൂറുകണക്കിന് വ്യത്യസ്തങ്ങളായ വാർത്തകൾ പുറത്തു വരുമ്പോഴും ഏവരെയും കണ്ണീരണിയിച്ച ഒരു വാർത്തയുണ്ട് ദുരന്തഭൂമിയിൽ നിന്ന്. മുണ്ടക്കയിൽ ഉരുൾപൊട്ടി മലവെള്ളപ്പാച്ചലിൽ ഇരച്ചെത്തിയപ്പോൾ സംഭവം നടക്കുന്ന സമയത്ത് എല്ലാവരും അപകടത്തിലാണ്. രക്ഷപ്പെടുത്താൻ ആരുമുണ്ടായിരുന്നില്ല അവിടെ. എല്ലാവരും നിസ്സഹായരായി നിൽക്കുന്നു. എന്നാൽ പ്രജീഷ് എന്ന ഒരു യുവാവുണ്ടായിരുന്നു. ചൂരൽമലയുടെ ധീരപുത്രൻ. കഴിയാവുന്ന ആളുകളെയെല്ലാം തൻ്റെ ജീപ്പിൽ കയറ്റി രക്ഷപ്പെടുത്തി. മൂന്നാം റൗണ്ട് ഉരുൾപൊട്ടിയപ്പോൾ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷപ്പെടുത്താൻ ജീപ്പെടുത്തു പോയതായിരുന്നു പ്രജീഷ്. പക്ഷേ അവൻ മടങ്ങി വന്നില്ല. മൂന്നാം ശ്രമത്തിൽ മറ്റുള്ളവരുടെ കൈപിടിക്കുന്നതിനിടയിൽ ഉരുൾപൊട്ടി ഇറങ്ങിയത് തൻ്റെ ദേഹത്ത് കൂടിയായിരുന്നു. ആ കാരുണ്യസ്പർശം നിശ്ചലമായത് ഓർത്തിരക്കുകയാണ് സുഹൃത്തുക്കൾ. നാട് തന്നെ ദുഃഖമായി മാറിയപ്പോൾ ആ നാടിൻ്റെ ഏറ്റവും വലിയ ദുഃഖമാണ് പ്രജീഷ് എന്നാണ് ക്യാമ്പിലുള്ളവർ പറയുന്നത്. അവൻ എല്ലാവർക്കും വലിയ സഹായിയായിരുന്നു. കപ്പിയും കയറുമായി ഏതു മലയും കയറിയിറങ്ങും പ്രജീഷ്. എല്ലായിടത്തും ഓടിയെത്തും. പക്ഷേ അവനിപ്പോൾ കൂടെയില്ല. അതാണ് ഏറ്റവും വലിയ സങ്കടമെന്ന് നാട് ഒന്നടങ്കം പറയുന്നു. ഉരുൾപൊട്ടിയതോടെ 2 തവണയായി കുറേയേറെ പേരെ പ്രജീഷ് രക്ഷപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. സ്വന്തം കുടുംബത്തെയെല്ലാം വളരെ സുരക്ഷിതമാക്കി വച്ചു. അവരെല്ലാം രക്ഷപ്പെട്ടു. വീണ്ടും പോകാനിരുന്നപ്പോൾ കൂട്ടുകാർ തടഞ്ഞു. പക്ഷേ തന്നെ തടയേണ്ട, കുറേ പേർ ഇനിയും കുടുങ്ങിക്കിടക്കുകയാണ്, തനിക്കവരെ രക്ഷപ്പെടുത്തണം, പോയേ പറ്റൂ എന്ന നിശ്ചയദാർഢ്യത്തോടെയായിരുന്നു അവൻ ജീപ്പെടുത്തു പോയത്. ചൂരൽമല പാലത്തിലേക്ക് എത്തുന്നതിന് തൊട്ടു മുൻപ് വണ്ടിയടക്കം ഉരുൾപൊട്ടി ഉരുളവനെ കൊണ്ടുപോയി. മൃതദേഹം കിട്ടി. കൂട്ടുകാർ അവന് ശ്മശാനത്തിൽ അന്ത്യയാത്രയും നൽകി. കരഞ്ഞ് കണ്ണീർ വറ്റിയ ആ നാടിൻ്റെ മുഴുവൻ തേങ്ങലായി പ്രജീഷ് മാറി. ചിലർ ഇങ്ങനെയാണ്. ആപത്ത് വരുമ്പോൾ തൻ്റെ ജീവനേക്കാൾ വില കൽപ്പിക്കും മറ്റുള്ളവരുടെ ജീവന്. അവരുടെ മുന്നണി പോരാളിയാണ് പ്രജീഷ്. 500-ലധികം പേരുടെ നഷ്ടത്തിനും ഭൂപടത്തിൽ നിന്നും മാഞ്ഞുപോയ ഒരു നാടിൻ്റെ സ്പന്ദനത്തിനും ഒപ്പം നിൽക്കുമ്പോൾ പ്രജീഷ് വലിയൊരു വാർത്തയാകുന്നില്ലെങ്കിലും അവൻ രക്ഷിച്ചു ജീവൻ നൽകിപ്പോയ കുറച്ചുപേർ ഈ ഭൂമിയിൽ ഉണ്ടെന്നതാണ് ഏറ്റവും വലിയ പുണ്യം. അവരുടെ വാക്കുകൾ തന്നെ കേൾക്കാം. ഇവിടെയാണ് നമ്മുടെ വീടുകളൊക്കെ. ഇവിടെ ഈ സ്കൂളിൻ്റെ നേരെ മേലെ എൻ്റെ വീടൊക്കെ ഇവിടെയാണ്. ഈ ഭാഗത്ത് ഇതിൻ്റെ മേലെ ഇവിടെയാണ് എൻ്റെ വീടൊക്കെ. എൻ്റെ വീടൊക്കെ ഇവിടെയാണ്. ഈ കാണാണ് ശരിക്കും ഇവിടെയൊക്കെ എല്ലാം പോയി. ഇവിടെ 300 ചില്ലറ വീടുകൾ ഇവിടെ ഉണ്ട്. ഒറ്റ വീട് ഇപ്പോൾ അവിടെ ഇല്ല. രക്ഷപ്പെടുത്തിയ ഒരാളുണ്ടായിരുന്നു, പ്രജീഷ് എന്ന് പറഞ്ഞ ഞങ്ങളൊരു സുഹൃത്തുണ്ടായിരുന്നു. കുറേ ആളുകളെ ശരിക്കും പറഞ്ഞാൽ രക്ഷപ്പെടുത്തി പോയിട്ട് അവൻ്റെ അടുത്ത് പോകണ്ടെന്ന് പറഞ്ഞാൽ ഒരു മല കയറി അവൻ ഭംഗി ആൾക്കാർ കുടുങ്ങി കിടക്കുന്നുണ്ട്. ഭാഷയായിട്ട് ഞാൻ എന്തായാലും പോകും, നിങ്ങൾ ആരും എന്നെ തടഞ്ഞു നിർത്തണ്ട എന്ന് പറഞ്ഞിട്ട് പോയതാണ്. ജീപ്പിലാണ് പോകുന്നല്ലേ? അവൻ വണ്ടി എടുത്ത് കുറേ ആൾക്കാരെ അക്കരെ കടത്തി. പിന്നെ അവൻ ഒറ്റയ്ക്ക് തെറ്റായിട്ടും ഇഷ്ടംപോലെ ആൾക്കാരെ കഴിച്ചിലാക്കിയിട്ട് പിന്നെ അവസാനത്തെ മൂന്നാമത്തെ ചൂരൽമല പാലത്തിലേക്ക് എത്താൻ പറ്റിയില്ല. ചൂരൽമലക്ക് വരാൻ കുറേ പേരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് വണ്ടി കൊണ്ട് വരിക. പക്ഷേ അതിന് മുന്നേ വണ്ടി അടക്കം അവനെ എടുത്തുകൊണ്ട് വരിക. പേരെന്താ? പ്രജീഷ്. ചൂരൽമല തന്നെയാണോ വീട്? ഇത് അറിഞ്ഞപ്പം വണ്ടിയെടുത്ത് രക്ഷപ്പെടുത്താൻ ആരെയും കിട്ടുന്നുള്ള രക്ഷപ്പെടുത്താൻ വെച്ചിട്ട് വന്നതാ. പക്ഷെ അവന് പോലും രക്ഷ കിട്ടിയില്ല. വണ്ടി അടക്കം പോയി. കിട്ടിയില്ല. ബോഡി കിട്ടിയില്ല. ബോഡി കിട്ടിയില്ല. കിട്ടി ഞങ്ങൾ ദഹിപ്പിച്ചതാ. ശ്മശാനത്ത് വെച്ച് മേപ്പാടി നമ്മളെ കൂട്ടത്തിൽ നിന്ന് വിട്ടുപോയാൽ അവൻ രക്ഷപ്പെട്ടില്ല. ഭയങ്കര സഹായിയാണ്. പ്രജീഷ്. എല്ലാവർക്കും ഭയങ്കര ഗുണമുള്ള പയ്യനാണ്. പ്രജീഷിന്റെ കുടുംബമൊക്കെ സേഫ്റ്റിയാണ്. ഇവനല്ലേ രക്ഷപ്പെടുത്താൻ ഇറങ്ങിയത്. മറ്റൊരൊക്കെ സേഫ്റ്റി ആക്കിയിട്ട് പിന്നെ ഇറങ്ങിയതാണല്ലോ. അവൻ തന്നെ ഓടിച്ചാടി വരിക. എല്ലാവരെയും കയറെടുത്തിട്ടും കപ്പിയിട്ടിട്ടൊക്കെ ഏത് മലയിൽ കൂടി കയറി പോകുന്ന ഒരാളാണ്. പക്ഷെ ഞങ്ങളെ കൂട്ടത്തിൽ അവൻ വിട്ടുപോയി. വല്ലാത്ത സങ്കടം, സഹിക്കാൻ പറ്റാത്ത സങ്കടം.